വാർത്തകൾ തുടരുന്നു. വരവൂർ ചിറ്റണ്ട സംസ്ഥാന പാതയിൽ ബൈക്കും സൈക്കിളും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. വരവൂർ ചിറ്റണ്ട പാതയിൽ ചിറ്റണ്ട തൃക്കണപ്പതിയാരം സെന്ററിലാണ് അപകടം നടന്നത്. വരവൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് യാത്രികനും ചിറ്റണ്ട ഭാഗത്തേക്ക് വരികയായിരുന്ന സൈക്കിൾ യാത്രികനും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. പരിക്കേറ്റ 2 യുവാക്കളെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉത്തരേന്ത്യയിൽ ഇന്ത്യൻ പെന്തക്കോസ്ത് സഭയ്ക്കെതിരെ രൂക്ഷമായ ആക്രമണങ്ങളാണ് നടക്കുന്നതെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യയുടെ മതേതര സ്വഭാവം തകർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്ര ആവിഷ്കാരത്തിന് തടസ്സം നേരിടുന്നുമുണ്ട്. ഇതിനെ പ്രാർത്ഥന കൊണ്ടാണ് സഭ നേരിടുന്നതെന്ന് ഭാരവാഹികൾ സൂചിപ്പിച്ചു. ഇന്ത്യയുടെ പല ഭാഗത്തും ന്യൂനപക്ഷമായ സഭയ്ക്കും സഭാവിശ്വാസികൾക്കുമെതിരെ ആക്രമണങ്ങൾ രൂക്ഷമാകുമ്പോഴും കേരളത്തിലെ സ്ഥിതി ശാന്തമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. IPC കുന്നംകുളം സെന്റർ കൺവെൻഷൻ ജനുവരി 4 മുതൽ 7 വരെ പോർക്കളം IPC രഹബോത്ത് നഗർ ഗ്രൗണ്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വചനപ്രഘോഷണം, സഭായോഗം, സൺഡേ സ്കൂൾ വാർഷിക സമ്മേളനം, സെന്റർ കൊയർ ഗാന ശുശ്രൂഷ എന്നിവയും നടക്കും. പാസ്റ്റർ സാം വർഗീസ്, സെക്രട്ടറി പാസ്റ്റർ വിനോദ് ഭാസ്കർ, വൈസ് പ്രസിഡന്റ് പാസ്റ്റർ PK ജോൺസൺ, പബ്ലിസിറ്റി കൺവീനർ പാസ്റ്റർ CI കൊച്ചുണ്ണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മികച്ച രണ്ടാമത്തെ ഡോക്യുമെന്ററിക്കുള്ള 15ാമത് ഭരത് PJ ആന്റണി സ്മാരക ദേശീയ അവാർഡ് പന്തലകം സ്വദേശി സുബിൻ കണ്ണദാസിന് തൃശൂരിൽ സമ്മാനിച്ചു. സാഹിത്യ അക്കാദമി ഹാളിൽ റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ വെച്ച് സിനിമാ നടി തൃശൂർ LC അവാർഡ് സമ്മാനിച്ചു. മികച്ച വിവരണത്തിനുള്ള ദേശീയ അവാർഡ് പാരമ്പര്യത്തിലൂന്നിയ വിസ്മയത്തിലൂടെ ലഭിച്ച പ്രൊഫസർ അലിയാറിനു വേണ്ടി സുബിൻ കണ്ണദാസ് സംവിധായകൻ പ്രിയനന്ദനിൽ നിന്നും ഏറ്റുവാങ്ങി. ഡോക്ടർ C രാവുണ്ണി അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി ബിന്നി ഇമ്മട്ടി, ജനറൽ കൺവീനർ ചാക്കോടി അന്തിക്കാട്, ഡോക്ടർ P ഗീത, പ്രൊഫസർ ജോർജ് S പോൾ, ഡോക്ടർ KT ശ്രീജ, സംവിധായകൻ ID രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന പരമ്പരാഗത തൊഴിൽ മേഖലയായ താഴപ്പായി നെയ്ത്തായിരുന്നു തിരുവനന്തപുരം ദൂരദർശൻ നിർമ്മിച്ച ഡോക്യുമെന്ററിയുടെ പ്രമേയം. തൊഴിലാളികളുടെ ദുരിതവും സർക്കാരിന്റെ അവഗണനയും അതിജീവനത്തിന്റെ സാധ്യതകളും നേർക്കാഴ്ചയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ഡോക്യുമെന്ററിയിൽ കൈതോലയിൽ നിന്ന് നിർമ്മിക്കുന്ന തഴപ്പായ നിർമ്മാണ മേഖലയെ സംരക്ഷിക്കണമെന്ന ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മസ്കുലർ ഡിസ്ട്രോഫി എന്ന രോഗം ബാധിച്ച് ചലനശേഷി നഷ്ടപ്പെട്ടവരുടെ കൂട്ടായ്മയായ മൈൻഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത് നമ്മുടെ പൂരം എന്ന പരിപാടി സംഘടിപ്പിച്ചു. ശരീരത്തിലെ എല്ലാ പേശികളും തളർന്ന് വീൽ ചെയറിലും ബെഡിലുമായി പോയ കുറെ മനുഷ്യർ ഒത്തുചേർന്ന് ചെണ്ടമേളവും വെടിക്കെട്ടും ഒരുക്കി വർണ്ണങ്ങളുടെ ഒരു ചെറുപൂരം തന്നെ തീർത്ത് അവർ അവരുടെ കൊച്ചു ലോകത്തേക്ക് പുതുവർഷത്തെ വരവേറ്റു. ചിത്രകാരൻ സുരേഷ് ഡാവിഞ്ചി ഉദ്ഘാടനം ചെയ്തു. മൈൻഡ് ചെയർമാൻ സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. മണപ്പുറം ഫൗണ്ടേഷൻ പ്രതിനിധി മാനുവൽ, സഞ്ജയ് കൂട്ട് പ്രതിനിധി ജിജാസ്, കോടിയപ്പുഴ ദേവസ്വം പ്രതിനിധി ലാൽ, മൈൻഡ് കോർഡിനേറ്റർ വിഷ്ണു, സിന്ധു സുകുമാരൻ, മുഹമ്മദ് മുസമ്മിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ വീൽചെയറിലിരുന്ന് വിവിധ നേട്ടങ്ങൾ കൈവരിച്ച ആദിൽ മുഹമ്മദ്, ജിഷ്ണു, അനീഷ അഷ്റഫ്, ജെറിൻ ഋഷിക, അസ്ന അഷ്റഫ് എന്നിവരെ ആദരിച്ചു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത തൃശൂർ പുതുക്കാട് പോസ്റ്റ് ഓഫീസിന് സമീപം നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. ബസ് ജീവനക്കാർ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് ബസ് ഡ്രൈവറെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മതിലകം എമ്മാട് UP സ്കൂളിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന 100ാം വാർഷികാഘോഷത്തിന് തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.